എന്ന അതായത് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ സി കേശവന്റെ അമ്മായിപ്പനാണെന്ന് തോന്നുന്നു അദ്ദേഹം കേരള കൗമുദി പത്രാധിപരുമായിരുന്നു. അദ്ദേഹമാണ് മാരാമൺ കൺവെൻഷനിൽ എനിക്കൊന്ന് ആദ്യമായിട്ട് സംസാരിച്ച ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിലെന്തുകൊണ്ട് ഈഴവ സമൂഹത്തിൽപ്പെട്ടവർ ക്രിസ്തുമതം സ്വീകരിക്കണം, അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ ആ കാലത്ത് രൂപപ്പെട്ടിരുന്നു. അപ്പൊ ഇതുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പുസ്തകങ്ങൾ വായിച്ച കൂട്ടത്തിൽ എവിടെയോ കിട്ടിയൊരു അറിവാണ്. ഈ ഒരു കൂട്ടം ആൾക്കാർ, ഹിന്ദുമത വിശ്വസിക്കുന്ന ആൾക്കാർ മിഷണറിമാരുടെ അടുത്ത്, എനിക്കൊന്നത് ഈഴവ സമൂഹത്തിൽപ്പെട്ടവരാ തന്നെയാണെന്ന് തോന്നുന്നത്, ഈ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനുള്ള, സ്നാനപ്പെടാനുള്ള ആഗ്രഹവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മിഷണറിമാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജോലിയല്ല, ഞങ്ങളുടെ ജോലി സ്നാനപ്പെടുത്തലല്ല, ക്രിസ്തു മതത്തിലേക്ക് ആക്കുകയല്ല, മറിച്ച് ഞങ്ങളുടെ ജോലി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിനകത്തിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി ബോധ്യപ്പെട്ടു എങ്കിൽ നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക, അന്നേരം നമുക്കതിനെപ്പറ്റി ആലോചിക്കാം എന്നാണ് മിഷണറിമാർ പറഞ്ഞത്. അപ്പം ഇത്തരമൊരു സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ, ഇത്തരം ചരിത്രങ്ങളും സാഹചര്യങ്ങളും നിൽക്കുമ്പോൾ, അപ്പം ബലമായൊരു പദപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല. അത് ശരിയായ ഒരു കാര്യവുമല്ല. നമുക്കറിയാം, രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയറ്റ് ഭോപ്പാലിൽ നടത്ത പ്രേക്ഷിത വേല, അവിടെ ജന്മിമാരായിട്ടുള്ള ആൾക്കാർ, താഴെയുള്ള ആൾക്കാരെ, തൊഴിലാളികളെ അതേപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്ന സാഹചര്യത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ളതായ സാഹചര്യങ്ങൾ അവരൊരുക്കി എന്നതാണ് അവരോടുള്ളതായ ഒരു പകയ്ക്ക് കാരണമായതാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരുടെയും ബലഹീനരായിട്ടുള്ളവരെയും ഖനിത്തൊഴിലാളികൾ പോലെയുള്ള ആൾക്കാരുടെയും ഒക്കെ ഇടയിൽ ആണ് ഈ മിഷണറിമാർ പ്രവർത്തിക്കുന്നതും അവർ വേല ചെയ്യുന്നതും. അപ്പോൾ അവരുടെ ദൈവത്തിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ആകൃഷ്ടരായിട്ട് ആരെങ്കിലും മനപരിവർത്തനം ചെയ്തുവെങ്കിൽ അതിനെ മതപരിവർത്തനമെന്നും പറഞ്ഞ്